മോഹൻലാലോ അല്ലെങ്കിൽ ദൃശ്യമോ ഒന്നുമല്ല. ഇതുപോലത്തെ പിക്ചർ എന്റെ ജീവിതത്തിൽ കണ്ട് അടിപൊളി പറഞ്ഞിടാ, ഒന്നും പറയാനില്ല. ടോപ്പ് നോട്ട്സ്. പഴയ കാലത്ത് അന്നു തിരിച്ചൊന്നു ആറാട്ടുകയാണ് തുടരുകയാണ്. പടം ഒരു രക്ഷയില്ല. മോഹൻലാലെ അഴിഞ്ഞടിയണം. ഒരു രക്ഷയില്ല. സൂപ്പർ ഹിറ്റ് പടം. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ്റെ 360ാമത്തെ സിനിമ തുടരും. കവിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ 10 മണിക്കത്തെ ഷോക്കാണ് പോയത്. വെറുതെ അസാധ്യ ക്രൗഡും അന്യായ ആംബിയൻസൊക്കെ ആയിരുന്നു. ആ ഒരു ക്രൗഡിൻ്റെ ചിയറും ആ ഒരു ആംബിയൻസൊക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ് കവിതാ തിയേറ്ററിൽ പോയത്. അങ്ങനെ വളരെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു തുടക്കത്തോടെയാണ് സിനിമ കാണാൻ വേണ്ടി ഇരുന്നത്. ഇപ്പം എല്ലാവരും അഭിപ്രായങ്ങളും റിവ്യൂ ഒക്കെ കേട്ട് സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ ഉടനെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉടനെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഈ വീഡിയോയിലാണെങ്കിലും ഇനി റിവ്യൂ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ സ്പോയിലേഴ്സ് വരാനും സാധ്യതയുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കേരളത്തിലെ ആളുകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്ന തരത്തിൽ ഇങ്ങനെ നമ്മൾ ആംബുലൻസുകളും ചെളി പുതഞ്ഞ ആളുകളെയൊക്കെ പൊക്കിയെടുക്കുന്ന, അങ്ങനെ വളരെ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഡയറക്ടറിൻ്റെ ക്രാഫ്റ്റ് മനസ്സിലാവും. അമ്മാതിരി ക്രാഫ്റ്റ്. അതായത് മറ്റേ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്കേടൊക്കെ ഡയറക്ടറാണ് തരുൺ മൂർത്തി. സിനിമ അപ്പം തന്നെ നമുക്ക് എൻ്റെ മനസ്സിൽ അപ്പം തന്നെ മനസ്സിലായോ ഇതൊരു അതായത് ഒരു ലെവലുള്ള സാധനമാണെന്ന്. അതിനുശേഷം ഈ കാട്ടിൽ തന്നെ ഈ തുടരും എന്നുള്ള ഫോണ്ട് എഴുതി കാണിക്കുന്നത് തന്നെ എന്ത് രസമായിട്ടാണെന്നറിയോ. ഈ ആനകളിങ്ങനെ കാട്ടിൽ കിടക്കുന്ന ഒരു ഇന്നാളൊരു ഡ്രോൺ ഷോട്ട് വന്നായിരുന്നല്ലോ, ആനകൾ കാട്ടിലിങ്ങനെ ഉറങ്ങണമെന്ന്. ആന ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമല്ലോ. ഒരു ഫാമിലിനെ റെപ്രസെൻ്റ് ചെയ്ത് ആനകളിങ്ങനെ കിടക്കുന്നത്, അതിൻ്റെ ഇതിലാണ് തുടരും എന്നുള്ള ആ ഒരു ഫോണ്ട് വരുന്നത് തന്നെ എന്ത് ഭംഗിയായിട്ട് എടുത്തേക്കുന്നത്. അതിനുശേഷം മോഹൻലാൽ എന്നുള്ള ആ എഴുതി കാണിക്കുന്നത് തന്നെ ഇതുപോലെ അങ്ങനെ റെഫറൻസ് വെച്ചിട്ടുണ്ടാവും. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ആന കാട്ടിലൊരു രാജാവിനെ പോലെ ഒരു ഒറ്റയാനിയെ നിൽക്കുമ്പോൾ അവിടെയാണ് മോഹൻലാലിനെ എഴുതി കാണിക്കുന്നതും. ടൈറ്റിൽ സോങ് ആണെങ്കിലും ജെയ്ക്സ് ബിജോയാണ് കഥ തുടരും എന്നുള്ള ടൈറ്റിൽ സോങ് ഒക്കെ എല്ലാം വളരെ ടച്ചിങ് ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമാണെങ്കിലും ഷൺമുഖം എന്നുള്ള ഇപ്പോൾ ടാക്സി ഓടിക്കുന്ന മുമ്പത്തെ ഒരു പഴയ സ്റ്റണ്ട് ആർട്ടിസ്റ്റാണെന്ന് ചിത്രങ്ങളിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര, അതും മോഹൻലാലിൻ്റെ പഴയ സിനിമകളുടെ റെഫറൻസ് വെച്ച് വളരെ ഭംഗിയായിട്ടാണ് ആ ടൈറ്റിൽ സോങ് ഇങ്ങനെ കൊണ്ടുപോകുന്നതും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ, ആ പാട്ട് സിനിമയിലുണ്ടെന്ന് പോലും നമ്മൾ അറിയാനുള്ള ബ്ലെൻഡായിട്ട് അത്ര ഇതിലാണ് നമ്മളിങ്ങനെ പാട്ടുകൾ ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. ജെയ്ക്സ് ബിജു അതൊക്കെ അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമ തുടങ്ങി വളരെ ഫീൽ ഗുഡ് കോമഡി ഇതിലൊക്കെ അങ്ങ് തുടങ്ങി ആ ഫാമിലി മൊമെൻറ്റ്സിലൊക്കെ ഇങ്ങനെ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശോഭന ഉണ്ട്. അപ്പോൾ ഇവരുടെ കെമിസ്ട്രി ഒക്കെ പഴയ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വിൻറ്റേജൊക്കെ ഇനി ഇപ്പോൾ ചെയ്താൽ വർക്കാകുമോ എന്ന് എനിക്കൊരു അപ്പോഴൊരു സംശയം ഉണ്ടായി. നമ്മൾ കണ്ടതാണ് ഈ അടുത്തൊക്കെ അതൊക്കെ ചെയ്ത് പാടിയതും. പക്ഷേ ഇതിൽ വെറുതെ അടിപൊളിയായിട്ട് അതൊക്കെ വന്നിട്ടുണ്ട്. മോഹൻലാൽ അത്രയും നല്ല ചാമിലും ആ ഒരു എന്തൂസിയാസത്തിലൊക്കെയാണ് പെർഫോം ചെയ്തേക്കുന്നത്. ശോഭന ആണെങ്കിൽ ശോഭനയുടെ സൗണ്ട് ഒറിജിനൽ സൗണ്ടിലാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. എനിക്കത് കഥാപാത്രം അത്തരത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവർ ഒരു തമിഴ് ഫാമിലിയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഈ നാടോടിക്കാരിലും ഇതിലൊക്കെ ആണെങ്കിലും ഈ ശോഭനയുടെ മലയാളി, അതായത് വേറൊരു ഡബ് ചെയ്ത സൗണ്ടിലാണ് നമ്മൾ കേട്ട് ശീലിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിത്രമല്ല ഇതിൽ അവരുടെ കഥാപാത്രം ഡിമാൻഡ് ചെയ്ത രീതിയിൽ ഒറിജിനൽ വോയിസിലൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ സിനിമ തുടങ്ങി ഈ സ്റ്റാർട്ടിങ്ങിൽ ആ കോമഡിയും ആ ഒരു ഫാമിലി മൊമെൻറ്റ്സിലൊക്കെ ആണെങ്കിലും റെഫറൻസുകളുടെ അയ്യരുകളിയാണ്. അതായത് ഈ സമീപകാലത്ത് കിട്ടിയ എല്ലാ ട്രോളുകളും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ, അല്ലെങ്കിൽ കഞ്ഞി എടുക്കട്ടെ, അല്ലെങ്കിൽ താടി, എല്ലാം കൺകണ്ടത് നിജം, ഒരുപാട് ഡയലോഗുകൾ, ഇതെല്ലാം വളരെ നല്ല അടിപൊളിയായിട്ട് ആ വാക്കുകളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കോമഡിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ കൺമണിപ്പൂ എന്നുള്ള പാട്ട് MG ശ്രീകുമാറിൻ്റെ വോക്കലിൽ, അതും ഈ സിനിമയോടൊപ്പം ഇങ്ങനെ ബ്ലെൻഡായിട്ട് പോകുമ്പോൾ നമ്മൾ പാട്ട് ഇങ്ങനെ വരുന്നു എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. പക്ഷെ എങ്കിലും അത് എന്ത് ഭംഗിയായിട്ടാണ് ആ മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തേക്കുന്നതെന്നോ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വളരെ ട്രാക്കിലായി നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിൻ്റെ ഇടയിൽ ഈ ബിനു പപ്പു വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനും ഇതൊക്കെ സംഭവങ്ങളൊക്കെ പശ്ചാത്തലമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ബിനു പപ്പു വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ ചൊറിയുന്നൊരു സ്വഭാവം ഇതൊക്കെയാണ്. നമുക്ക് ആദ്യമേ പുള്ളിനെ ഇങ്ങനെ പൊളിയും. അത്ര അടിപൊളിയായിട്ടാണ് പുള്ളി ആ പെർഫോം ചെയ്തിരിക്കുന്നത്, വില്ലനിസമൊക്കെ. എന്നാൽ മെയിൻ വില്ലനായിട്ടുള്ള പുള്ളിയാണ് വേറെ സംഭവം. അതായത് പ്രകാശ് വർമ്മ എന്നുള്ള പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പുള്ളിയും ബിനു പപ്പു വെറുതെ
ലാലേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ കട്ടക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. അത്ര അടിപൊളി വില്ലന്മാർ. ഈ വില്ലന്മാരുടെ പെർഫോമൻസ് എടുത്തു പറയണം, സൂപ്പർ പെർഫോമൻസ് ആണ്. അതായത് അത്രയും ആ നെഗറ്റിവിറ്റി അവർ വളരെ സൂപ്പറായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ നമ്മളിങ്ങനെ വളരെ ഇനി എന്ത് സംഭവിക്കാന്നുള്ള അത്രയും ഒരു സസ്പെൻസിലാണ് ഇൻ്റർവെൽ ആവുന്നതും. അതിന് ശേഷം അങ്ങോട്ട് പിന്നെ ത്രില്ലർ ട്രാക്കിലേക്ക് പടം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് കൂടിക്കൊണ്ടാവാം. വേറെ ഒരുപാട് സിനിമകൾ ആദ്യം മുതലേ റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു, എങ്കിലും ഒരുപാട് സിനിമകളുടെ സീൻസ് നമുക്ക് പിന്നെ ഓർമ്മ വരും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ഒരു ഫൈറ്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഒപ്പത്തിലെ സിനിമ വരും, ഓർമ്മ വരും. ആ ഫൈറ്റിന് മുമ്പ് അല്ലെങ്കിൽ പുള്ളി എടുക്കുന്ന സ്റ്റാൻസ് ഒക്കെ ആണെങ്കിൽ ലാലേട്ടൻ്റെ പുലിമുരുകനിലെ ചില സംഭവം ഓർമ്മ വരും. പിന്നെ മെയിനായിട്ട് എല്ലാവരും പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ദൃശ്യമായിട്ടായിരിക്കും കമ്പയറിങ് വരാൻ പോകുന്നത്. ഈ കഥ നടക്കുന്നതും ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ പത്തനംതിട്ട റാന്നിയിലാണ്, അല്ലെങ്കിൽ ഇടുക്കി അടുത്തായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ്. ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലം, ക്രൈം ഈ കുടുംബത്തിലേക്ക് വരുന്നതൊക്കെയാണ്. എന്നാൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടീനെ നമുക്കറിയാം, അയാൾ വളരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും വളരെ ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ്. എന്നാൽ ഇതിലെ ഷൺമുഖം എന്നുള്ള ആൾ അയാളുടെ ഇത് ആദ്യമേ പറഞ്ഞു വെക്കുന്നുണ്ട്, പഴയ ഒരു പുലിയായിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ ഇതൊക്കെ ഉള്ള. അപ്പോൾ ഇതിലെ ഷൺമുഖം എന്നുള്ള ആൾ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് അയാൾ സാധാരണക്കാരനായിട്ട് ഒതുങ്ങി മര്യാദക്ക് ജീവിക്കുന്ന ഒരാളാണ്. അയാളെ കയറി ചൊറിയാൻ പോയാൽ അയാൾ കയറി അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ അയാൾ അടിക്കും, ആ സാധനമൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇയാൾ വളരെ ബുദ്ധിപൂർവ്വം ക്രൈം വായിക്കുന്ന അങ്ങനത്തെ ആളൊന്നുമല്ല. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ മാസ് എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിലെ ഫൈറ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പത്തിലെ ഫൈറ്റ് അല്ലെങ്കിൽ മുണ്ട് മടക്കിയുള്ള സംഭവം എടുക്കും, അതൊക്കെ നമുക്ക് നല്ലോണം വർക്കായിട്ടുണ്ട്. എന്നാൽ ലാലേട്ടൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഇതുവരെ നമ്മൾ എമ്പുരാനിലും ലൂസിഫറിലൊക്കെ ആണെങ്കിലും വിജയിച്ച സിനിമകളിലാണെങ്കിലും ഈ അടുത്ത കാലം വരെ ലാലേട്ടൻ്റെ സ്റ്റാർഡമാണ് നമ്മൾ കണ്ടത്. എന്നാൽ മോഹൻലാലിൻ്റെ പെർഫോമൻസ്, പുള്ളിയിലെ നടനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തത് ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, മോഹൻലാൽ അവസാനം അഭിനയിച്ച സിനിമ ഏതോ മറ്റേ തന്മാത്ര അതൊക്കെ കഴിഞ്ഞ് ഭ്രമരമൊക്കെയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം അതേപോലെ ഇതിലും അപ്പോഴും ലാലേട്ടൻ്റെ ആ പെർഫോമൻസ് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത സിനിമയാണ്. ഈ കഥാപാത്രം അത്രയും ഉൾക്കൊണ്ടാണ് മോഹൻലാൽ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഷവറിൽ ആളിങ്ങനെ മകനെ നഷ്ടപ്പെട്ടൊരു ഇതിൽ കരയുന്നൊരു സീനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ശേഷം ആളിത്തിരി ആളുടെ കയ്യിൽ നിന്ന് പോയൊരു സാധനവും കണ്ണിൽ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അതൊക്കെ വരുമ്പോഴും ആ പെർഫോമൻസ് എടുത്തു പറയണം. ലാലേട്ടൻ്റെ അഭിനയമൊന്നും എവിടെയും പോയിട്ടില്ല, വെറുതെ സൂപ്പർ, അത്ര അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥയുടെ ഒഴുക്കിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ സീനുകൾ ചിലപ്പോൾ എനിക്ക് പേഴ്സണലി ചിലപ്പോൾ തന്മാത്ര, ഭ്രമരം, അല്ലെങ്കിൽ ആളുടെ ചില കണ്ണിൽ വരുന്ന ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ വന്നപ്പോൾ എനിക്ക് സതയം, ഇങ്ങനെയുള്ള സീനുകൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വന്നായിരുന്നു. അങ്ങനെ ഒടുവിൽ സിനിമ തീരുമ്പോഴും ഒരു ട്രാജിക് എൻഡിലാണ് തീരുന്നത്. എൻഡിങ് തീർത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് നിർത്താൻ ഒരു സാധനം പോലെ ഒരു എഴുതി കാണിക്കുന്നുണ്ട്. ദുരഭിമാന കൊലയുടെ ഒരു റെഫറൻസ് ഇതിലാണ് തീർക്കുന്നത്. വില്ലൻ ഇതിൻ്റെ ഒരു ക്രൈം നടത്താൻ അതിനൊക്കെ ഉള്ള കാരണം ഒരു ദുരഭിമാന കൊല എന്നാണ് പെട്ടെന്ന് എഴുതി കാണിച്ചപ്പോൾ നമ്മൾ ഈ സിനിമയുടെ കഥയുടെ ഒപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇത് സിനിമ തീർത്തപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് വളരെ പെട്ടെന്നായി തോന്നി. ഇത് ഇങ്ങനെ പെട്ടെന്ന് മെസ്സേജ് കൊടുത്തപ്പോൾ എന്തോ എനിക്കത് അധികം വർക്കായില്ല. ഇപ്പോൾ ഈ സൗദി വെള്ളമൊക്കെ പോലത്തെ സിനിമയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അത് ത്രൂ ഔട്ട് അങ്ങനെ ആ വിഷയം കാണിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രാക്കിലായി, മാസം ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സിനിമ തീർക്കാൻ നേരത്ത് പെട്ടെന്ന് ദുരഭിമാനക്കൊല്ലാണ് ഈ സിനിമ നൽകുന്ന ഇങ്ങനെ കാണിച്ചത് എനിക്കെന്തോ പെട്ടെന്ന് ക്ലിക്കായില്ല. മോഹൻലാൽ എന്ന നടനെ കുറേ നാളുകൾക്ക് ശേഷം ശരിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തരുൺ മൂർത്തിയുടെ ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളമൊക്കെ, അപ്പോൾ ഇതിൽ ആ ത്രില്ലർ എലമെന്റ്സ് പുള്ളിക്ക് നല്ലോണം ചെയ്യാൻ അറിയാമെന്നറിയാലോ. അപ്പോൾ ഇതുപോലെ പണി അറിയാവുന്ന ഒരാളുടെ കയ്യിൽ തന്നെയാണ് സിനിമ കിട്ടിയേക്കുന്നതും. സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഈ KR സുനിലും തരുൺ മൂർത്തിയും കൂടി രണ്ടുപേരും കൂടിയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ തിരക്കഥയൊക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ടാവുന്നത്. ഒട്ടും ലാഗോ ഒന്നുമില്ല. ഷാജി കുമാറിൻ്റെ സിനിമാറ്റോഗ്രാഫിയും വെറുതെ സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്ക് തോന്നുന്നു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ പടത്തിന് ഇത്ര ഇമോഷണൽ ആയിട്ട് ജനങ്ങള് റിയൽ ആയിട്ട് കൈയടിച്ച് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇമോഷൻ വർക്കാണ്. തരുൺമൂർത്തി എന്താ ചെങ്ങ ഒരു രക്ഷയില്ല. തരുൺമൂർത്തി റേഞ്ച് ആക്കിയിട്ടുണ്ട്. ലാലേട്ടന്റെ 5-6 വർഷമായിട്ട് നമുക്ക് വാവ് മോഹൻലാൽ അന്തമാതിരി ഗത്ത് എടുക്കരുത്.